മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല സ്ഥലങ്ങളിലും മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നാണ് ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ ഭീകര മഴ തുടങ്ങിയത് കേട്ടോ. കുറച്ച് മുളകെല്ലാം വാങ്ങി കഴുകി ഇന്നലെ ഞാൻ ഉണക്കാനായിട്ട് ഇട്ടിടം മുതൽ മഴയും തുടങ്ങിയിട്ടുണ്ട്. ആടിപ്പൊളി മഴ. ഈ മഴ വരുമ്പോഴേ ചില സമയത്ത് ഭ്രാന്തളവും കേട്ടോ. എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നും. ഇന്നിപ്പോൾ കരിമീൻ ഉച്ചയ്ക്ക് ഈ മഴയത്ത് ചോറിനോടൊപ്പം കരിമീനൊക്കെ വെച്ച് കഴിക്കാൻ ഒരു കൊതി. മാത്രമല്ല വേറെ 2 ദിവസമായിട്ട് കരിമീനിന് കൊതി പറയുന്നുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് കരിമീൻ അത്ര വലിയ താല്പര്യമുള്ള മീനല്ല. എന്തായാലും നമ്മൾ എവിടെയാണ് കരിമീൻ വാങ്ങാൻ പോകുന്നത്? നമ്മളെ വീഡിയോസ് കാണുന്നവർക്കറിയാം, വെള്ളയാണിയിലാണ്. അപ്പോൾ ശ്രീജിത്തിനെ വിളിച്ച് ചോദിച്ചു മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നോളൂ, ബോട്ട് പോയിട്ടുണ്ട്, ഉണ്ടോയെന്ന് അറിയില്ല, വന്ന് നോക്കാൻ പറഞ്ഞു. എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് വെള്ളയാണി വരെ പോയി കരിമീനൊക്കെ കണ്ട് താറാവുണ്ടെങ്കിൽ താറാവൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം മഴയത്ത് നമുക്ക് വെള്ളയാണിയിൽ കരിമീൻ വാങ്ങാൻ പോവാം. ഇതാണ് ഗൈസ് വെള്ളയാണി ജംഗ്ഷൻ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. കാക്കാമൂലയാണ് നമ്മൾ മീൻ വാങ്ങാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭീകര മഴയായിരുന്നു കേട്ടോ. അപ്പം മഴയില്ല, ഒന്നുമില്ല. ഇതാണ് ഫേമസ് വെള്ളയാണി ടെമ്പിൾ, ദേവീക്ഷേത്രം. ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. മഴ മാറി ഗൈസ്. മഴയത്ത് വീഡിയോ എടുക്കാൻ വന്ന ഞാനാണ്. മഴയും ഇല്ല, ഒന്നുമില്ല. മഴ മാറിട്ട് എൻ്റെ മുളവെങ്കിലും ഉണങ്ങും. ഇന്നലെ കഴുകിയിട്ടിടം മുതൽ മഴ. താറാമുട്ട 5 രൂപ. ഇവിടെ താറാമുട്ട കിട്ടും. നമ്മുടെ കിരീടം പാലമില്ലേ, അവിടെ കിട്ടും. അതിൽ പുഴുങ്ങിയിട്ട് അതിലൊരു സ്പെഷ്യൽ മസാലയൊക്കെ വെച്ച്. താറാമുട്ട വേണ്ട, എനിക്ക് നാടൻ കോഴിമുട്ട മതി. ഒരു ചായ കടുപ്പത്തിന്. അവിടെ ചായ ഇല്ല, ഇവിടെ നാരങ്ങ വെള്ളമാണ്. ആദ്യം മീൻ വാങ്ങിക്കാൻ പോകും. മീനുണ്ടോ നോക്കട്ടെ. ഓക്കെ, നമ്മൾ കരിമീൻ വാങ്ങുന്ന സ്ഥലം എത്തി. ശ്രീജിത്തിന്റെ അല്ല, അത് ആക്ച്വലി കോഓപ്പറേറ്റീവ് അല്ലേ, സൊസൈറ്റിയാണ്. ഇവിടെയാണ് കേട്ടോ. മുന്നേ അവിടെ ആയിരുന്നു, കായലിന്റെ ഫ്രണ്ടിലായിരുന്നു. അവിടെയൊക്കെ ബ്രിഡ്ജ് വരുന്നു, പുതിയ പാലം വരുന്നതുകൊണ്ട് ഫുൾ. നോക്കി ഇവിടുത്തെ തിരക്ക് നോക്കിയേ. സാധാ മീനൊന്നും ഒരിടത്തും ഇല്ല കേട്ടോ. ആഹാ, നമ്മൾ വന്നത് മഴ. ഇവിടെ ആയിരുന്നു നേരത്തെ മീൻ വെച്ചുകൊണ്ടിരുന്നത്. അവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഫുൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓഫീസ് പോലെ, അവർക്ക് അത് മുന്നേ ഉള്ളതാണെങ്കിലും മീൻ അവിടെ ആയിരുന്നു. ഇപ്പം അവിടെ കേട്ടോ മീൻ. ഇന്ന് നമ്മൾ വന്ന വഴിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ എത്ര കിലോമീറ്റർ ആണ്? 8-9 കിലോമീറ്റർ വരെ. ഈ 9 കിലോമീറ്ററിനിടയിലും മീൻ കാറുകൾ ആരെയും കണ്ടില്ല. മീൻസ് കടൽ മീൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മളങ്ങനെ ഇറങ്ങാം, മഴ മാറിയിട്ട് ഇറങ്ങാം. മഴയെന്ന് വെച്ചാൽ ഭീകര മഴ. വേദയുടെ കുട, വലിയ കുടയൊക്കെ വേദ കൊണ്ടുപോയി. ഇത് വേദ നഴ്സറി പഠിക്കുമ്പോൾ ഉള്ള കുടയാണ്. മഴയത്ത് കരിമീൻ വാങ്ങാൻ പോകുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോയ്ക്ക്. ഞാൻ മഴയില്ലായിരുന്നപ്പോൾ വിഷമിച്ചു. പക്ഷെ കറക്റ്റ് നമ്മളിവിടെ എത്തിയത് മഴ വന്നു. കരിമീനുണ്ടോ ആവോ? അത്രയും നനങ്ങി. കുട എന്തിനാന്തോ. കരിമീനില്ലേ? കരിമീനില്ലെന്ന് തോന്നുന്നു. മീനില്ല, എന്ത് ചെയ്യും? മഴയത്ത് താറാവിനെ വാങ്ങാൻ എങ്ങനെ പോകും? അതടന്ന് പിടക്കുന്നു. മീന് ചിലപ്പോ വന്നാലായി. 2 വെള്ളം വരാനുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാം. വീട്ടിൽ ചെന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇനി മീനിൻ്റെ അവിടെ കുറേ സമയം ഇരിക്കാം. അതിനെ വൃത്തിയാക്കാനാണ് പാട്. മഴയും പിടിച്ച് കൊള്ളാല്ലേ. ഫുൾ നനങ്ങി. ചെറിയ കുട. നമ്മളെ വലിയ കുട നീ കിടക്കുകയില്ലേ? ഇനിയിപ്പോൾ വേണ്ട, നനയുള്ള നനങ്ങി. അവിടെ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. പാലം വരുമ്പോൾ അറിയാം ഇവിടെ എന്ത് രസമായിരുന്നു എന്നാ. ഇപ്പം എല്ലാം പോയി. 2 സൈഡിൽ കായലും മീനും. ഇങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. എൻ്റെ ഫാൻസ്. ഇത് രസം നോക്ക്. നീലപ്പൂ. കായലാണ്, കായൽ. പർപ്പിൾ. താമരയൊന്നുമില്ല.
നീലക്കുറിഞ്ഞ വെള്ളേന് കായലിലെ നീലക്കുറിഞ്ഞി രസമുണ്ട്. അതെന്താ കായലിൽ കിടക്കണ പൂ. പക്ഷെ ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ പാലം വന്ന് പണിയെല്ലാം കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പുറ സൈഡ് വഴിയില്ല, വേണ്ട, ഇവിടെ നിൽക്കാം. നമ്മളിവിടെയാണ് ആ മീൻ വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ പണി നടക്കുന്നോണ്ട് അവരവരുടെ ഓഫീസിലേക്ക് മാറി. ആ താറാവോക്ക് വാവ്, മഴയും കൂടെ പെയ്തപ്പോ നല്ല ഭംഗി കേട്ടോ, സത്യം. വേറൊരു വൈബ്. നമുക്ക് താറാവ് പോണത് ഇതിലൊന്നിനൊന്നും മിക്കവാറും നമ്മൾ ചട്ടി കയറ്റും മീനില്ലെങ്കിൽ. അതിലൊന്നിനാ മിക്കവാറും ചട്ടി കയറ്റൊന്നും മീനില്ലെങ്കിൽ. ഇവിടെയൊക്കെ നിറയെ വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആ പാലം വരുമ്പം ഇവിടെയൊക്കെ നിറയെ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പം ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗി. മഴയും കൂടെ പെയ്യണോണ്ട് നല്ല ഭംഗി. മീനും പിടിക്കണ ആളുണ്ട് കേട്ടാ, അവര് മീൻ പിടിക്കുകയാണ്. നമ്മുടെ കരിമീൻ വരുന്ന ബോട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മളെ ബോട്ട് തോടെ കരിമീൻ വരേണ്ട ബോട്ട്, കരിമീൻ വരേണ്ട ബോട്ട് ദോ നിൽക്കുന്നു, രണ്ടെണ്ണം. മഴ മാറി, കുടമടക്കി. മീന് വന്നോ? മീന് വന്നാ നമുക്ക് വേണ്ടി വെച്ചിരിക്കുമല്ലോ, ഇവിടെ ആളുണ്ട് കൊടുത്തു. പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞ്, നമ്മളിവിടെ കാണുമെന്നും പറഞ്ഞ്. പക്ഷെ നമ്മളെ ബോട്ട് അവിടെ നിൽക്കണേ ഉള്ളൂ. വെള്ളം എന്തായാലും മനസ്സിലായി. കാര്യം മനസ്സിലായല്ല, അത് അവിടെ നിൽക്കണേ ഉള്ളൂ. അതിന് വരണ്ടേ? നീ പോയിട്ട് എപ്പോഴും മീന് പോയിട്ട് ഇനി എപ്പോഴും മീനൊക്കെ വെക്കണത്? ഇന്നലെ മുതൽ വേദ പറയാണ് കരിമീൻ കരിമീൻ കരിമീൻ. ഇന്നലെ ഏട്ടൻ പറയും കരിമീൻ വാങ്ങാന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങ് വയ്യാന്ന് പറഞ്ഞു വൃത്തിയാക്കാൻ. അപ്പോൾ മോള് വന്നപ്പോൾ പറഞ്ഞ് കരിമീൻ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് വേണ്ടാന്ന്. അങ്ങനെ വേദയ്ക്ക് വാശിയായി. ഇന്ന് ഞാൻ വരുമ്പോൾ കരിമീൻ വേണം, വെട്ടുകേക്ക് വേണം, പഴക്കേക്ക് വേണം. നമ്മളെ മീൻ പറഞ്ഞു, കരിമീൻ ഉണ്ടോ കിട്ടി. നമ്മളവിടെ കണ്ട ആ വെള്ളമല്ല കേട്ടോ. ആ കരിമീനുണ്ട്. ഉണ്ടോ? നമുക്ക് ഭാഗ്യമുണ്ട്. പിടയ്ക്കണ മത്സ്യം. ഇതെന്തോ മീന്? പിടയ്ക്കണ മീന്. ഇത് കരിമീനല്ലേ? എന്താ ഇതെന്താ? നെടുമീന്, തിലോപ്പിയ. വീണ്ടും മഴയില്ലേ വിളി. മഴ വന്നല്ല. കായൽ നെത്തോലി. ഒന്ന് ധൈര്യമായിട്ട് ചോദിക്കാം, നല്ല പിടയ്ക്കണ മീൻ തരാൻ അല്ലേ? വേറെ ആരുടെയും ചെന്ന് പിടയ്ക്കണ മീൻ ചോദിക്കാൻ പറ്റുമോ? സ്വർണം തൂക്കണത്. വൃത്തിയാക്കി തരണ ഒരു സെറ്റപ്പ് കൂടെ വയ്ക്കാത്തത്. ഓ, ഇതാണൊരു പാട്. തീരം ചെയ്ത് നമുക്കങ്ങനെ ഫ്രഷ് പിടയ്ക്കണ കരിമീൻ കിട്ടിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ ഓ പിടിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് ധൈര്യമായിട്ട് പറയാം പിടക്കണ മീൻ തരാൻ പറഞ്ഞാൽ പിടക്കണ മീൻ കിട്ടും. ഓ വേറെ എവിടെ കിട്ടും? കടലിലെ മീൻ നമുക്ക് ഇങ്ങനെ പിടച്ചോണ്ട് കിട്ടുമോ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ പക്ഷെ വില പേശാൻ പറ്റൂല, അത്രേ ഉള്ളൂ. പിടക്കണ മീനാന്ന് ഏട്ടാ കളിയാക്കിയില്ലേ? അയ്യോ ഇപ്പോൾ പിടക്കണില്ല, പിടക്കല് നിർത്തി. എന്തായാലും പിടക്കണ്. എന്താണ് മപ്പാസാ, തവാ ഫ്രൈയാ? എണ്ണ ഞാൻ നോക്കിയില്ല. പൊള്ളിക്കലാ? 10 ദിവസമായിട്ട് വയ്ക്കാം. എനിക്കിഷ്ടമല്ലാത്തൊരു മീനാണ്. എനിക്ക് വലിയ ഇഷ്ടമല്ല ഇതൊന്നും. മഴയില്ലേ മഴയില്ലേ, അടിപൊളി മഴ. എൻ്റെ മുളക് ഞാൻ എങ്ങനെ ഉണക്കും, അതാണ് എൻ്റെ ചോദ്യചിഹ്നം. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുട്ട വാങ്ങിച്ചു തരുമെന്ന്. മഴയത്തെ പുഴുങ്ങിയ മുട്ട കഴിക്കാൻ പോകുന്നു. വീട്ടിൽ നിന്ന് ഒരു പുഴുങ്ങിയ മുട്ടയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇങ്ങോട്ട് വരണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പം തീരുമാനിച്ചപ്പം എന്തായാലും ഇതുവഴിയല്ലേ പോണത്, എപ്പോഴെപ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്ക് വരൂലല്ലോ. അതുകൊണ്ട് ഇവിടെ നല്ല മുട്ടയും വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെ എങ്കിലും ഇവിടെ ഇന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിന് വേറൊരു സുഖം. ഓ വീട്ടിലുണ്ടാക്കണം. എന്നും മുട്ട വയ്ക്കൂല നമ്മള് വീട്ടിലൊന്നും. മുട്ട പുഴുങ്ങി അതിനകത്ത് മുളകും ഉപ്പും ഒക്കെ വെച്ചൊരു മസാലയും കൂടെ തരും, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഷൂട്ടിംഗ് വീടുണ്ട് കേട്ടോ, തൂണ് വീടെന്നാണ് അതിനെ പറയണത്. ഏതോ ഷൂട്ട് നടക്കുകയാണ്, ഏതോ നമ്മുടെ ആൾക്കാരൊക്കെ നിൽക്കുന്നു. ഏതെന്തോ ഏതിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. വെള്ളയാണി അമ്പലത്തിനോട് ചേർന്നൊരു, നമ്മൾ വെള്ളയാണി അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് ചേർന്ന് റോഡ് കിടപ്പുണ്ട്. അമ്പലം എത്തുന്നതിന് തൊട്ട് മുന്നേ ആ റോഡാണ് ഈ റോഡ്, കിരീടം പാലം ആ റോഡ് അല്ലേ? ആ പുഞ്ചക്കിരി അങ്ങോട്ടൊക്കെ പോണ റോഡ്. എത്തി ഗൈസ്, എത്തി. ഇവിടുത്തെ പാലത്തിന് എങ്ങനെ ആക്കിയ പ്രകൃതി രമണീയത. ആ മുട്ടക്കടയുണ്ട് കേട്ടാ. മഴയാണെങ്കിലും നല്ല തിരക്കുണ്ടെന്നു തോന്നുന്നു. മഴയാകുമ്പോൾ ആൾക്കാർ കടയിൽ കയറി ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഓരോ മുട്ട കഴിക്കാമെന്ന് കരുത്. കണ്ട പൊട്ടിച്ച് കഴിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും വെള്ളായണിയുടെ ഭംഗി എന്ന് പറയുന്നത്. മഴയത്ത് വേണ്ട. ഇവിടെ നമ്മൾ മുമ്പ് ഒരു താറാവിനെ പിടിച്ചുകൊണ്ട് പോണ കറി വെക്കുന്ന ഒരു വീഡിയോയിലൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കല്ലാതൊരു ദിവസം വന്ന് ഇവിടെ പുഞ്ചക്കരി ഷാപ്പിലൊക്കെ പോകാം അല്ലേ? ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല. നമ്മളിവിടെ ഷാപ്പുള്ളപ്പോൾ നമ്മളതിന് വല്ലയിടത്തും പോയി കഴിച്ച് ലൂസ് മോഷനായിട്ട് കിടക്കണം. ശനിയാഴ്ച ശനി ഞായർ കട ഇതാണ്. ഞങ്ങൾ കാറ് തിരിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഒരു പാർക്ക് സെറ്റപ്പ് പോലെ ആക്കുകയാണ് കേട്ടോ. ഇതാണ് കിരീടം പാലം. ഇത് അയ്യോ ഫോക്കസ് ഔട്ട്. കിരീടം പാലം. മുട്ട കഴിച്ചിട്ട് വരാം. കുട എടുക്കാനുള്ളതായിരുന്നു. തിരിച്ചു വരുമ്പോൾ മഴയാണെങ്കിൽ കേക്കൊക്കെ താറാമുട്ട, നാടൻ കോഴിമുട്ട, പാട്ടൊക്കെ ഇട്ട്. എനിക്ക് നാടൻ കോഴിമുട്ട മതി. ഇവിടെ തന്നെ പൊട്ടിച്ചിടാൻ കുഴപ്പമില്ല. എനിക്ക് താറാമുട്ട ഇഷ്ടമല്ല. മിക്കവാറും കോപ്പി റേറ്റ് വരും. പാട്ട് മാറി ചേട്ടാ മസാല ഇടുവോ?
മതി 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 മതി. ഇല്ല തന്നെ. മസാല ഹൈലൈറ്റ്. മഴ വന്നു. പൊള്ളാച്ചി പോയിട്ടില്ല. പശു, മഴ, മഴ. എന്ത് വൈബെന്നറിയോ? വീട്ടിൽ പണിയൊന്നും ഇല്ലെന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. നമുക്ക് ഞാൻ വീഡിയോ എടുക്കണോണ്ട് തിരികെ നിൽക്കുന്നത് ഇത് തന്നെ മിടുക്കൻ. കിരീടം പാലം സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ ഫുൾ സെറ്റാക്കി. എങ്ങനെ കാറിൽ കയറും? ഞാൻ പറഞ്ഞു കുട എടുത്തോണ്ട് വരാനുള്ളത്. മഴ മാറിയിട്ടില്ല. മതി വേണോ മുട്ട? ഒരു ചായയോടാവായിരുന്നു. ചായ കൂടാവായിരുന്നു. മഴയത്തൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് നിൽക്കുമ്പോ അതാ അതാ. ഇപ്പഴും നല്ല തിരക്കില്ലേ? ഇപ്പഴും നല്ല തിരക്കില്ലേ? വൈകുന്നേരം ഒക്കെ ആകുമ്പോ പണിയൊക്കെ നടക്കുന്നുണ്ട്. സത്യമായിട്ട് നല്ല വൈബ്. പക്ഷെ വണ്ടി കയറാൻ പറ്റാതെ നിൽക്കുകയാണ്. ഈ വീട്ടിൽ പോയിട്ട് എപ്പോഴാണെന്ന് അറിഞ്ഞില്ല. നല്ല തണുപ്പ്. എല്ലാരും പോയി. ചേട്ടന്റെ വീട് ഇവിടെയാണോ? ഇവിടെയാണോ വീട്? ഒറ്റയ്ക്കുള്ള മഴ മാറിയിട്ട് വെച്ചപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ നനഞ്ഞുകൊണ്ട് നമ്മൾ കയറി കേട്ടോ. മുട്ടയും കഴിച്ച് ഇനി നേരെ വീട്ടിലോട്ട്. ഒരു ചായ കൂടെ കുടിച്ചെങ്കിൽ അവിടെ ചായ ഇല്ല. പേണെന്ന് ഇറങ്ങിയോണ്ട് അതുകൊണ്ട് കുട കൂടെ എടുത്ത് വെച്ച് വീടെത്താറായി. ചായ കുടിച്ചിട്ട് പോവാം. കൊള്ളാം അവിടുത്തെ ചായ. ചൂട് കല്ല് ചൂടായി കിടക്കുന്നു. രണ്ട് ചായ ഇലയപ്പൊക്കെ മാറും. വഴിന്ന് മാറിക്കൂടെ ഏട്ടാ? ചൂട് കല്ല് ചൂട്. വഴിന്ന് മാറിക്കൂടെ? അല വാങ്ങിയിരിക്കുന്നു. ഇതാണ് അലവാങ്ക്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. ഇത് കടിച്ച് തിന്നാൻ പല്ലിന് കുറച്ച് ബലമൊക്കെ വേണം. പക്ഷെ ഇത് നല്ല കൊള്ളാം. സാധാരണ അലവാങ്ക് കടിച്ച് തിന്നാൻ പാടാണ്. നിങ്ങളുടെ നാട്ടിൽ സാധനം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി എനിക്ക് ചായ വേണ്ടായിരുന്നു. ചേട്ടനാണ് കൊണ്ടുവന്ന് നിർത്തിയത്. അവിടെ നിന്ന് വേണമെന്ന് തോന്നി. ഇവിടെ വന്നപ്പോ വേണ്ട. ചായ പോരായിരുന്നു. പക്ഷെ അലവാങ്ക് കുഴപ്പമില്ല. വെട്ടേക്കും കൊള്ളായിരുന്നു. ഏത് തിന്നണമെന്നായിരുന്നു കൺഫ്യൂഷൻ. ഇലയപ്പം വെട്ട്. അലവാങ്കൊന്നും നമ്മുടെ ഇവിടെ എല്ലാ കടകളിലും അലവാങ്ക് കിട്ടൂല. അലവാങ്ക് ഒരു സുഖം വന്നില്ല. ഈ സാധാരണ അലവാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല പല്ലൊക്കെ ഉള്ളവർക്ക് അത് ചവയ്ക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷെ സ്മൂത്തായിട്ട് ചവച്ച് കഴിക്കാൻ പറ്റി. കൊള്ളാം, കുഴപ്പമില്ല. എന്നാ രണ്ട് വെട്ടേക്ക് വാങ്ങിച്ചേക്കാറില്ലായിരുന്നു. മാഡം ജി വരുമ്പോൾ കൊടുക്കായിരുന്നു. ഷോ ഞാൻ എൻ്റെ മുളവ് എങ്ങനെ ഉണക്കുമോ എന്തോ.
മീൻ വാങ്ങി, മുട്ട കഴിച്ചു, ചായ കുടിച്ചു, അലവാങ്ക് തിന്നു. ഇനി കരിമീനുമായിട്ടുള്ള മൽപ്പിടുത്തമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കുറച്ച് നേരത്തെ പണിയുണ്ട് ഗൈസ്. മണി 11 എപ്പോഴാണാവോ ഇനി. ഇതാണ് എനിക്ക് ഈ സാധനം വാങ്ങിക്കാൻ ഇഷ്ടമല്ലാത്തത്. അപ്പോൾ കഴിക്കാനും വലിയ ഇഷ്ടമല്ല എനിക്ക്. കഴിക്കും എന്ന് പറഞ്ഞാൽ അത്ര ആക്രാന്തമില്ല. ഗേറ്റ് അടച്ചില്ലെങ്കിലേ ഇവിടെ ഭയങ്കര പട്ടിശല്യം. ഇനി നമുക്ക് കരിമീനുമായിട്ടുള്ള യുദ്ധം തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം കരിമീൻ വാങ്ങിച്ചപ്പോൾ മുകളിൽ കൊണ്ടുവച്ചൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴയായിട്ട് മുകളിൽ കൊണ്ടുവച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് താഴെ വെച്ച് തന്നെ ക്ലീൻ ചെയ്യാം. കിച്ചൺ കിടക്കണ കോലം കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതുപോലെ ഇട്ടിട്ട് പോയി. കഴുകി പോലും ഇല്ല. വേദ സ്കൂളിൽ പോയതുകൊണ്ട് ചോറ് റെഡിയാണ്. വേദയ്ക്ക് ഇന്നലെ നമ്മൾ റെഡ് കളർ മീനില്ലേ, നവര മീൻ വാങ്ങിച്ച് ഞാൻ വേദയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്ത് കറിയും ഉണ്ടായിരുന്നു, അതും കൊടുത്തു വിട്ടു. പിന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കി. അപ്പം അത്രയും സെറ്റാണ്. ബാക്കി ഇനി നമ്മുടെ ഈ കരിമീൻ ഫ്രൈ ചെയ്യണം. വേറെ കറികളൊന്നും ഞാൻ വയ്ക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പരിപാടി. പക്ഷേ അതൊരു വലിയൊരു പരിപാടിയാണ്. കരിമീൻ വൃത്തിയാക്കി ഫ്രൈക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് നേരത്തെ പണിയുണ്ട്. പക്ഷെ അതിന് മുന്നേ കിച്ചൺ വൃത്തിയാക്കാതെ പോയാൽ മീൻ വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ടേക്ക് പിന്നെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ വരെ സിങ്കിലിട്ടിട്ടാണ് പോയത്. ഇന്ന് ഇടിയപ്പവും X2 ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാനിത് കഴുകിയ ശേഷം നമുക്ക് കരിമീനായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങാമേ. എന്താ മുളകിരിക്കണം നോക്ക്. പൂച്ച ശല്യം കാരണമാണ് അത് കെട്ടി വെച്ചേക്കുന്നത്. തുറന്നു വെച്ചിരുന്നെങ്കിൽ മഞ്ഞൾ ഞാൻ കഴുകിയില്ല. മുളക് കഴുകി വെച്ചിരിക്കുന്നത് കൊണ്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ചെയ്യാം. ആദ്യം മീനിൻ്റെ പരിപാടി തീരട്ട്. എൻ്റെ എല്ലാ എക്യുപ്മെൻസുമായിട്ട് ഞാൻ റെഡിയാണ് ഗൈസ്. 1 കിലോ ഉപ്പ് വേണം കരിമീൻ വാങ്ങിക്കുന്ന ദിവസം. ഇതില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. നല്ല പിടയ്ക്കണ കരിമീൻ ചത്ത് കാണാം. 4 മീനുണ്ട്. 1 കിലോ. 4 അല്ല 5 മീൻ. 5 തന്നെ. 1 2 3 6 മീൻ. വലുതിനെക്കാട്ടി മീഡിയം സൈസ് മീനും ചെറിയ മീനുമാണ് ടേസ്റ്റ്. ചെറുതിൽ മുള്ളു കൂടുതലാണ്, എങ്കിലും ടേസ്റ്റ് കൂടുതൽ ചെറിയ മീനിനാണ്. അപ്പോൾ പണി തുടങ്ങാം. ചിറക് വെട്ടുക. ചിലപ്പോൾ കത്തിരിക്കിട്ട് വെട്ടിയാൽ വരില്ല കേട്ടോ. അതുകൊണ്ട് നൈഫും എല്ലാ സെറ്റപ്പുമായിട്ട് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ കരിമീൻ്റെ തോടാരും പൊളിക്കത്തില്ല. പക്ഷെ നമ്മളൊക്കെ തോട് പൊളിച്ച് കഴിച്ച് ശീലമായതുകൊണ്ട് എന്തോ കരിമീൻ ഇങ്ങനെ തോട് പൊളിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഈ ചെതമ്പലില്ലേ, പിന്നെ ആല് മാത്രമാണ് ചെത്തി കളയുള്ളൂ. പക്ഷേ നമ്മളൊക്കെ ശീലിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു വെട്ടി പിന്നെ ഇങ്ങനെ ഒരു കീറക്കം കീറി ഫുൾ ഓപ്പറേഷൻ ചെയ്താണ് കരിമീൻ എടുക്കുന്നത് നമ്മൾ. എന്നിട്ട് കുറച്ച് ഉപ്പെടുക്കും. ഇങ്ങനെ സ്ലിപ്പായി പോകും. അതുകൊണ്ട് ഉപ്പ് എടുത്താൽ നമുക്കൊരു ചെറിയ ഗ്രിപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് എടുക്കുന്നത്. ശരിക്കും കരിമീൻ ഇങ്ങനെ തോട് പൊളിച്ചെടുക്കത്തില്ല. പക്ഷെ നമ്മൾ എടുത്ത് ശീലമുള്ളത് കൊണ്ട് നമുക്ക് എടുത്തില്ല എങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ തോലിരിക്കണ കാണുമ്പോൾ നമുക്ക് വല്ലാതെ തോന്നും. അതുകൊണ്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഫ്രഷ് മീനാണെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും. ഈ വയറിൻ്റെ സൈഡ് ഒന്നും പോകില്ല കേട്ടോ. പക്ഷെ കുറച്ചൊന്ന് മോശമായ മീനാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ തോലിൻ്റെ കൂടെ ചതയും പോവും. ഈ വായരവിടെ ഇങ്ങനെ വെട്ടിക്കളയേ. 2 സൈഡും ഇങ്ങനെ വെട്ടിയെടുക്കും. എന്നിട്ട് ഇവിടുത്തതൊക്കെ ഇങ്ങനെ
ഇങ്ങനെ എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ട് ചെതമ്പലെടുത്ത് അങ്ങനെ കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പഠിച്ചതേ പാടൂ എന്ന് പറയും പോലെ നമുക്ക് ശീലിച്ചത് ഏതാണോ അത് അങ്ങനെ കിട്ടിയില്ല എങ്കിൽ കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, എന്തോ പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മീൻ ക്ലീൻ ചെയ്യാൻ ഇത്രയും സമയം ആവശ്യമാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ എക്സ്പേർട്സിനൊക്കെ ഈ സൈഡൊന്നും നമ്മൾ വെട്ടിയില്ലല്ലോ, ഈ സൈഡൊക്കെ വെട്ടി കൈ മുതൽ തല വരെ മീനിൻ്റെ വേസ്റ്റ്. മീൻ എന്തിനു കൊള്ളാം. എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നഖമൊക്കെ വേദനിക്കുന്നു. ഈ കരിമീൻ വെട്ടാൻ കയറിയാൽ കൈയൊക്കെ ഫുൾ മുറിയും കേട്ടോ. ഇതുപോലൊരു വൃത്തികെട്ട ജോലി വേറെ ഇല്ല. മാറി നാശമാവും. പക്ഷേ കരിമീനെല്ലാം നല്ല സൂപ്പറായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരെണ്ണം പോലും മോശമായിട്ടുള്ള മീനില്ലായിരുന്നേ, എല്ലാം നല്ല മീനായിരുന്നു. എല്ലാം കറക്റ്റ്. മഴയ്ക്ക് ഒരു കുറവുമില്ല. എൻ്റെ മുളകും മല്ലിയും അല്ല, മുളക് മല്ലിയില്ല, മുളക് മാത്രം. ഫൈനൽ മീനിൻ്റെ വാല് കെട്ടൽ ചടങ്ങ്, വാല് കട്ടിയൽ ചടങ്ങ്. മുറിയുന്നില്ല. കണ്ടോ കണ്ടോ, ഇനി എന്നെ എന്തിനും കൊള്ളാം. ഇതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കണം. ഇനി വേസ്റ്റ് എല്ലാം കളഞ്ഞ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ വേസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. വേസ്റ്റ് ഞാൻ നമ്മുടെ ഹരിതസേന ചേച്ചിമാർ അതായത് ഉപ്പ് എടുത്തത് കണ്ടോ, അത്രയും കഴുകിയിട്ടുണ്ട്, അത്രയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഹരിതസേന ചേച്ചിമാർ ഒരു വേസ്റ്റ് ബിൻ എന്തെന്നെ പറയുമല്ലോ, ആ ഒരു സംഭവം തന്നിട്ടുണ്ട്. കുറച്ച് ചകിരിച്ചോറും സംഭവമൊക്കെ തന്നിട്ടുണ്ട്. അത് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വളമാക്കി ഞാൻ ചെടിക്കിടാറാണ് പതിവ്. അത് നിങ്ങളുടെ നാട്ടിലും ഈ ഹരിതസേന ചേച്ചിമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. കോർപ്പറേഷനിലാണെങ്കിലും കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ മതി. അവർ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ബക്കറ്റ് തരും, അതിനോടൊപ്പമുള്ള ചകിരിച്ചോറും ഒക്കെ തരും. അതവർ പറയുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വളം കിട്ടും കേട്ടോ. ചെടിക്കൊക്കെ നല്ല സൂപ്പറാണ്. ഇവിടെ ഒന്ന് കഴുകിയിടാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നനകല്ലാണെങ്കിലും അങ്ങനെ ഒന്നും നനയ്ക്കാറൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ മീൻ കട്ട് ചെയ്തത് കേട്ടോ. എല്ലാം വാഷിംഗ് മെഷീനിലിട്ടുള്ള അടിയാണ്. അതുകൊണ്ട് പിന്നെ കുറച്ച് സോപ്പിട്ട് കഴുകാം. ഇതിൻ്റെ സ്മെല്ല് ഒരു വല്ലാത്തൊരു വൃത്തികെട്ട സ്മെല്ലാണ്. എത്ര കഴുകിയാലും പോവില്ല, അങ്ങനെ കിടക്കും. അതാണ് ഈ മീനിൻ്റെ ഒരു പ്രശ്നം. വറുത്ത് തിന്നുമ്പോൾ ആ പ്രശ്നമില്ല, പക്ഷേ മൊത്തത്തിൽ ഒരു സ്മെല്ലാണ്. സാധാ നമ്മുടെ കടൽ മീനിൻ്റെ സ്മെല്ലൊന്നും അല്ല അത്. ഇവിടെ കഴുകി വൃത്തിയാക്കി. മീനകത്ത് വെച്ച് കഴുകുന്നതേ ഉള്ളൂ, കാരണം ഇവിടെ എനിക്കിരുന്ന് കഴുകാനുള്ളൊരു സൗകര്യമില്ല. ഇവിടുത്തെ സിങ്കിലിട്ട് കഴുകുന്നില്ല എങ്കിൽ ഇവിടെ ഇനി വൃത്തിയുടെ അവിടെ ഇനി കഴുകണം, അകവും കഴുകണം, എല്ലാം കൂടി പാട്. അപ്പോൾ അകത്ത് ഞാൻ അതുകൊണ്ടാണ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഇറങ്ങിയത്. അവിടെ ഇട്ട് ഇത് നന്നായിട്ട് കഴുകി അവിടുത്തെ സിങ്കിൽ കഴുകുമ്പം ആ സിങ്ക് തന്നെ വൃത്തിയാക്കിയാൽ മതിയല്ലോ, അകത്ത് വെച്ച് കഴുകാം. ഇത് ഓരോന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം, കാരണം ഉപ്പൊക്കെ ഇട്ട് നമ്മൾ പിടിച്ചതല്ലേ. അതുപോലെ അകമൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കഴുകേണ്ടതായിട്ടുണ്ട്. ഞാൻ വയറിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടില്ല കണ്ടോ. അപ്പം ഇതുവഴിയാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്താൽ വൃത്തിക്കിരിക്കും. ഇത് കള്ളിക്കാട് അമ്മ കഴിക്കില്ല കേട്ടോ, കരിമീൻ. കായൽ മീനുകളൊന്നും, മറ്റുള്ള മീനുകളെല്ലാം കഴിക്കും, പക്ഷേ കായൽ മീനൊന്നും കഴിക്കില്ല. കാരണം കായലിൽ കിടന്ന് ചെളി കഴിക്കുന്ന മീനായതുകൊണ്ട് ചെളിയുടെ ചെവയായിരിക്കും. താറാമുട്ട കഴിക്കത്തില്ല,
അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നേരെ മറിച്ചാണ്, എന്ത് കിട്ടിയാലും കഴിക്കും. ഒരു ടാങ്ക് വെള്ളം തീർന്നു, കരിമീൻ കഴിയുള്ളൂ. ഒരു ടാങ്ക് വെള്ളം, 1/2 കിലോ ഉപ്പ്, സമയനഷ്ടം. പണികൾ നടന്നിട്ടില്ല കേട്ടോ. രാവിലെ വേറെ സ്കൂളിൽ വിട്ടതൊന്ന് ചോറും ഇത് മെഴുക്കുവരട്ടിയും വഴുതനങ്ങ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതും ആവില്ലായിരുന്നു. ക്ലീനിങ്ങോ ഒന്നും നടന്നിട്ടില്ല. ഇനി കിച്ചൺ മാത്രം ക്ലീൻ ചെയ്യുന്നുള്ളൂ, സമയമില്ല അതിനുള്ള. മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിനൊന്ന് വരങ്ങ് അരപ്പ് പുരട്ടിയ ശേഷം ബാക്കി ക്ലീനിങ്ങും ഞാനൊന്ന് കുളിക്കുകയും വേണം, അല്ലാതെ തന്നെ കൊള്ളില്ല. നന്നായിട്ട് മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വരങ്ങിട്ട് ഒന്നുകൂടെ കഴുകും, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇതാണ് ഇതിലുള്ളതിൽ ഏറ്റവും വലിയ മീനെ. നല്ല ഡീപ്പായിട്ട് വരങ്ങി കൊടുക്കും, അപ്പം നല്ല ഉള്ളിലേക്കൊക്കെ മസാല കയറും. ഈ പാത്രത്തിലേ നമുക്കതിനെ കഴുകി ഇടാം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. ഈ പാത്രം എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ എനിക്ക് ഇതിലിട്ട് ഞാൻ മീൻ പുരട്ടിയെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പാത്രം എടുത്തത്. അപ്പോൾ നന്നായിട്ട് വിശാലമായിട്ട് നമുക്ക് പുരട്ടാം, മാരിനേറ്റ് ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഇതിൻ്റെ ലിങ്ക്, ഈ പാത്രത്തിൻ്റെ ലിങ്ക് ആരും ചോദിക്കണ്ട. ഞാനത് നോർത്തിൽ പോയപ്പോൾ, നമ്മൾ കുംഭമേളയ്ക്ക് പോയപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു പാത്രം. അതുകൊണ്ട് കടയിൽ നിന്നോ ഇവിടുത്തെ കടകളിൽ നിന്നോ ഓൺലൈനായിട്ടോ ഞാൻ വാങ്ങിയതല്ല. അതുകൊണ്ട് എന്നോട് ലിങ്ക് ചോദിക്കേണ്ട, എനിക്കറിയില്ല. ഞാൻ ടാഗ് ചെയ്യാൻ ഇതുപോലത്തെ സെയിം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്തേക്കാം. പക്ഷെ ഇത് ഞാൻ ഓൺലൈനായിട്ടൊന്നും വാങ്ങിയതല്ല കേട്ടോ. ഇത് നോർത്തിലൊക്കെ അവർ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പാത്രമാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്കിതുപോലെ കുറച്ച് കൂടുതൽ പുട്ടിന് മാവ് നനയ്ക്കാനോ ചപ്പാത്തിക്ക് കുഴയ്ക്കാനോ ഇതുപോലെ മാരിനേറ്റ് ചെയ്യാനോ ചിക്കനോ മീനോ ഒക്കെ മാരിനേറ്റ് ചെയ്യാൻ നല്ലതാട്ടോ. ഇതിൻ്റെ ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അമ്മയ്ക്ക് പിക്കിൾ ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ, അമ്മയ്ക്ക് ഇളക്കാനും പിടിക്കാനൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തു. മുന്നെയൊക്കെ ഞാൻ ഈ വെളുത്തുള്ളി എല്ലാം തോട് പൊളിച്ചേ ഇടുള്ളായിരുന്നു. ഇപ്പം പിന്നെ തോടോടൊക്കെ തന്നെ ഇടുന്നത്. അല്ല, അത് കഴിവും അതിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം വീണ് പോയത്. ഈ തോടോടിടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് വെളുത്തുള്ളി. അല്ലാതെ തോട് പൊളിക്കണ പാട് കരുതിയിട്ടല്ല കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. ഇതിൻ്റെ തോട് ഉള്ളിൽ ചെന്നൂടാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ തോട് പൊളിച്ചിട്ടൊക്കെ ഇടുള്ളായിരുന്നു. പക്ഷേ ഇവിടെ കള്ളിക്കാട് അമ്മയൊക്കെ ഇന്ന് വരെ തോട് പൊളിച്ച് ഞാൻ ഒന്നിലും ഇടണ കണ്ടിട്ടില്ല. അവർക്കാർക്കും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ ഈ ഒരു വയസ്സായിട്ടും. അതുകൊണ്ട് ഞാനും കരുതി എന്തിനു വെറുതെ തോട് പൊളിച്ച് സമയം കളയുന്നത്, അവരങ്ങ് ഫോളോ ചെയ്യാമെന്ന് കരുതി നല്ല പോലെ വെളുത്തുള്ളിയൊക്കെ ഇടാമേ. ചിലരിതിൽ സബോള കൊച്ചുള്ളിയൊക്കെ അരയ്ക്കും, ഞാനിതൊന്നും അരയ്ക്കുന്നില്ല. എല്ലാം കൂടി ആയാലും ഓവറായാലും കൊള്ളില്ല. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടുണ്ട്. അത് രാവിലെ ചമ്മന്തി മെഴുക്കുവരട്ടിക്ക് കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചത് ഞാൻ കഴുകിയില്ല, അങ്ങനെ തന്നെ വച്ചേക്കായിരുന്നു. ഇതെല്ലാം ലാസ്റ്റ് കഴുകൽ മാത്രമേ ഉള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് ഞാനിട്ടേ, മുളക് പൊടി, എരിവ് ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് കുറച്ച് കൂടുതലിട്ടാൽ നല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. എരി കൂടിപ്പോയാൽ പിന്നെ വായിൽ വെച്ച് തിന്നാനും പറ്റത്തില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഒരു നുള്ള് ഉലുവാപ്പൊടി ഇടാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് ലേശം വെളിച്ചെണ്ണ കൂടിപ്പോയി കേട്ടോ, അത്രയും ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ്, ലൈം ജ്യൂസ്.
ഇതിൽ വെച്ച് പിഴിഞ്ഞ എന്തെന്നറിയോ, അല്ലെങ്കിൽ എൻ്റെ കുരു അതിലേക്ക് വീഴും, പിന്നെ ആ നുള്ളി പറക്കേണ്ടി വരും. ഓക്കെ, ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് കറക്കിയിട്ട് വരാം. എല്ലാം ചതഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടണം. നമുക്ക് കറിവേപ്പില എടുക്കാൻ പോവാം. കമോൺ ഗൈസ്. ഓ, നാളത്തെ മഴ മാറിയിരുന്നേ. നാളെ വേദയ്ക്ക് സ്കൂൾ അവധിയായിരിക്കും. മഴയുണ്ട്. ഇവിടെ നല്ല മഴയാണെങ്കിൽ അവധി തരും. അവധി തന്നാൽ വെയിലും കിട്ടും. അതൊരു നാട്ടു നടപ്പാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരുന്ന് സ്കൂളിൽ പിള്ളേർക്ക് അവധി കൊടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നല്ല ഭീകര വെയിലായിരിക്കും. എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല, എല്ലാം പോയി. എൻ്റെ കുംഭമേളൊക്കെ ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും എൻ്റെ കറിവേപ്പില നശിച്ച്. പക്ഷെ കുറച്ചൊന്ന് പച്ചയിട്ട് നിൽക്കണം, മതി. നല്ല പച്ച കുരുമുളക് ഉണ്ടെങ്കിലേ അതുകൂടെ അരച്ചതിൽ ചേർക്കണം. ഇത് ഒരുപാട് അരങ്ങി പോയാൽ കൊള്ളില്ല ഇത് കറിവേപ്പില. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഇടുന്നത്. കഴുകേണ്ട ആവശ്യമില്ല. ഒന്നാമത് മഴയെല്ലാം നനഞ്ഞ് നല്ലതായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ അവിടെ നിൽക്കുന്നതല്ലേ. പിന്നെ മുകളിൽ നിന്നാണ് എടുത്തത്, അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. നല്ല കറിവേപ്പിലയുടെ മണമൊക്കെ ഇരിക്കട്ടെ. ഒന്ന് ഒറ്റൊരു ചതക്കൊക്കെ ചതച്ചാൽ മതിയേ. ഒരുപാട് കറിവേപ്പില അരങ്ങി പോയാൽ കൊള്ളില്ല. എന്നിട്ടും അത് അരങ്ങി പോയി. മസാല, മീൻ പൊരിക്കാനുള്ള മസാല. മീൻ വൃത്തിയാക്കിയിട്ട് കൈയെല്ലാം നേരണം. മുളകും ആ നാരങ്ങ ഇതൊക്കെ ആയപ്പോൾ നമുക്ക് നവര മീനാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ടെടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇടാം. മഞ്ഞപ്പൊടി ഇട്ടായിരുന്നോ? ഇട്ടില്ലേ? ഇട്ട് ശകലം വെള്ളം കൊണ്ട് ഒഴിച്ച് നമുക്ക് മസാല പുരട്ടാം. ഇത് മുള്ളൊക്കെ കയറി കയ്യിൽ കൊള്ളണം. ശകലം വെള്ളേ, ഒരുപാട് വേണ്ട. അപ്പോഴേ മസാല ഒന്ന് കുഴഞ്ഞ് വരുള്ളൂ. ഈ പാത്രം ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ വിശാലമായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഓ, കയ്യിലെല്ലാം പുറത്ത് കയറുന്നു. ഓക്കെ, കരിമീനുമായിട്ടുള്ള മൽപ്പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോഴേട്ടന് ഒറ്റൊരെണ്ണം മതിയെന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ട് ചിലപ്പോൾ ഫ്രൈ ചെയ്താൽ കഴിച്ചില്ലെങ്കിലോ വൈകുന്നേരം ആകുമ്പോൾ കഴിക്കാം. ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഫ്രീസറിൽ കയറ്റും. അതൊരെണ്ണം മാത്രം പുറത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് വൈകുന്നേരം ആയിരിക്കും ബാക്കി പരിപാടി. ഇനി ഞാൻ പോയി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിച്ചിട്ട് വന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ട്. എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ ആ സാധനങ്ങളെല്ലാം തിന്ന് രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ആ മുട്ട പുഴുങ്ങിയതെല്ലാം കൂടി ചെന്ന് കഴിച്ചിട്ട് എനിക്ക് വയറിലൊട്ടും സ്ഥലമില്ല. വേണമെങ്കിൽ രാത്രി ഒന്ന് നോക്കാം. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മീനാണ് ഈ കരിമീൻ. എങ്കിലും കഴിക്കില്ല എന്നല്ല, കഴിക്കും. പക്ഷേ അങ്ങനെ ആക്രാന്തമില്ല ഇതിനോട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് വേണ്ട. ഏട്ടന് മാത്രമേ വറക്കുന്നുള്ളൂ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കിച്ചണെല്ലാം വൃത്തിയാക്കി. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു. ഏകദേശം ഹാഫ് ഡേ കഴിയാറായിട്ടുണ്ട്. കരിമീനൂടെ പൊരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട, എൻ്റെ വയറെല്ലാം ഫുള്ളായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഏട്ടന് ഫ്രൈ ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. ഏട്ടൻ കഴിക്കുന്ന എടുക്കാൻ ചെന്നാൽ എണ്ണ ഓടിച്ചു വിടുന്നത് കൊണ്ട് പിന്നെ നമ്മളത് കാണിക്കുന്നില്ല. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക, മീൻ വറുത്തെടുക്കുക. എണ്ണയുടെയൊക്കെ വിലയല്ലേ ഇപ്പോൾ, വെളിച്ചെണ്ണയുടെ. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയാവും എണ്ണ വാങ്ങിയത്. 1 ലിറ്റർ എത്ര രൂപ? 400 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ. നിങ്ങളുടെ നാട്ടിലെ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ.
പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്ക് വിലയായാലും എണ്ണ ഒഴിക്കാതെ നമ്മളെങ്ങനെയാണ് കറി വയ്ക്കുന്നത്, അതിന് രുചി ഉണ്ടാകുന്നത് അല്ലേ? കുറച്ച് കറിവേപ്പില ഇടുക. കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഒറ്റൊരു കരിമീനേ ഉള്ളേ, ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. വൈകിട്ടെടുത്ത് പുറത്ത് വെച്ച ശേഷം ആഹാ, അതുകൊണ്ടാണ് അത്രയും കുറച്ച് എണ്ണ ഒഴിച്ചത്. പിന്നെ മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെ പൊരിക്കാം. പക്ഷേ ഞാനിവിടെ എപ്പോഴും മീൻ വറുക്കുന്നത് കുറച്ച് എണ്ണയിലാണേ. രണ്ട് സൈഡും വെറുതെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ആരെയും ഞാൻ മീനെ വറുക്കാനൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ഇട്ട് ഇങ്ങനെയാണ് മീൻ വറുത്തെടുക്കുന്നത്. സമയം 1:30 മണിയായി. ഒരു 15 മിനിറ്റ് വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഊണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. വേറൊന്നുമില്ല, ചോറും വഴുതനങ്ങ മെഴുക്കുവരട്ടി, പിന്നെ അത് ഈ മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ചാറും ഒക്കെ ഉണ്ട്. മീനാകുന്ന സമയം ഞാൻ വേദ ഇപ്പോൾ വരും. വേദ എൻ്റെ പഴക്കേക്കോ വെട്ടുകേക്കോ ഒക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. ഇന്നലെ ഉള്ളിവട വേണമെന്ന് പറഞ്ഞിട്ട് ഉള്ളിവട ഉണ്ടാക്കി. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് പഴക്കേക്ക് ഉണ്ടാക്കാനും വയ്യ, വെട്ടുകേക്ക് ഉണ്ടാക്കാനും വയ്യ, ഒന്നിനും വയ്യ. ഷേക്ക് അടിച്ചു കൊടുക്കാം. ആപ്പിൾ ഇരിപ്പുണ്ട്. എന്നും വരുമ്പോൾ എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ച് വെച്ചിരിക്കും. ഇന്നിപ്പോൾ അതും അടിച്ചില്ല. ഞാനും അടിച്ച് കുടിക്കും, അവളും കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ജോലി ആയതുകൊണ്ട് അത് നടന്നില്ല. വേദപ്പോൾ എത്തും. അപ്പോൾ ഒരു ഷേക്ക് 2:30 ആകുമ്പോൾ എത്തും. ഒരു ഷേക്ക് വേദയ്ക്കല്ല, ആ സമയം കൊണ്ട് അടിക്കാം. ആപ്പിളും ഡേറ്റ്സും പാലും കൂടി ഒഴിച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലപ്പോൾ കുറച്ച് പീനട്ട് ബട്ടറും ഒക്കെ ഇടും കേട്ടോ. വേദമല്ലാണ്ട് ഈ ഡേറ്റ്സോ ആപ്പിളോ ഒന്നും അല്ലാതെ കഴിക്കില്ല. ഇങ്ങനെ ഷേക്ക് അടിച്ച് കൊടുത്താൽ അവൾ കഴിക്കും. അതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും അത് കഴിക്കട്ടെ എന്ന് എഴുതി ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഞാൻ മധുരത്തിന് പകരം, ഷുഗറിന് പകരം ഇടുന്നതാണ് ഡേറ്റ്സ് കേട്ടോ. നല്ല മധുരം ഉണ്ടാവും. നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. ആപ്പിള് ഞാൻ അതിനെ പീൽ ചെയ്യുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടു. അത് മുന്നേ അറിയാവുന്ന കാര്യമാണ്. ആപ്പിളിൻ്റെ തോടിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പീൽ ചെയ്തിടയ്ക്കൊക്കെ ഭയങ്കര കഴിക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാണുന്ന സാധനം അത് ആപ്പിളിൽ ഓൾറെഡി ഉള്ള ഒരു വാക്സ് ആണെന്നാണ് പറയുന്നത്. ആപ്പിൾ ഒരുപാട് നാൾ കേടാവാതിരിക്കാൻ ആപ്പിൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാക്സ് ആണ് അതിൻ്റെ മുകളിലുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, പീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പീൽ ചെയ്യുന്നില്ല. പിന്നെ അസുഖം വരേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ആപ്പിൾ പീൽ ചെയ്താലും വരും, പീൽ ചെയ്തില്ലെങ്കിലും വരും. അതുകൊണ്ട് കൂടുതൽ നോക്കിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പീൽ ചെയ്യാതാണ് ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഞാൻ ആപ്പിൾ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് പാലൊഴിക്കാം. ഇത് ഞാനും കുടിക്കും, വേദയും കഴിക്കും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. മതി കുറച്ച് പാല്, കുറച്ച് ഐസ് ക്യൂബ്സ്, ഞാൻ ഫുൾ ഐസ് ക്യൂബ്സ് ഇടും കേട്ടോ. ഞാൻ ഫിഷ്, നമ്മുടെ കരിമീൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാണ്. അപ്പോൾ അത് പതിയെ ഫ്രൈ ആവത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലേ അത് കരിഞ്ഞിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പീനട്ട് ബട്ടർ. വേറെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് തനിയെ കുറച്ച് ഷുഗറൊക്കെ, മധുരം ശരിയാവില്ല എന്ന് പറഞ്ഞ് ഷുഗറൊക്കെ ആഡ് ചെയ്യും. ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യില്ല. ഈ പീനട്ട് ബട്ടർ അങ്ങനെ ഇടാറില്ല. ഇന്നലെ വന്ന് വേദ പീനട്ട് ബട്ടറൊക്കെ ഇടുന്ന കണ്ടുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ ഇടാമെന്ന് കരുതിയതാണ്. ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴമെല്ലാം ഇട്ടിട്ട് അടിക്കും. ജ്യൂസറുണ്ട്, ജ്യൂസറൊക്കെ എടുത്ത് ഇനി കഴുകുന്ന പാട് കരുതി സാധാ ജാറിലിട്ട് അടിക്കുക കേട്ടോ. ഇതിലിട്ട് അടിച്ചാലും നന്നായിട്ട് അരങ്ങി കിട്ടും. ആദ്യം ഈ ജാറിലൊക്കെ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പം നന്നായിട്ട് അരയും കേട്ടോ. ഷേക്ക് അടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ സ്ക്രൂ എന്തോ ലൂസായി. ഇത് ഐസ് ക്യൂബ് കൂടെ ഇട്ടുണ്ട് കേട്ടോ, ഇത്രയും തിക്കായിട്ടിരിക്കുന്നത്. ആ ഐസ് ക്യൂബൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ നല്ല ലൂസായിട്ട് വരും. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി, ഇതെന്തോന്ന് ലൂസായിട്ട് ഷേക്ക് അടിച്ച് വെച്ചേക്കണം, ഇങ്ങനെയാണോ ഷേക്ക് അടിക്കുന്നത്, തിക്കായിട്ട് അടിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ലാസ്സൊക്കെ തന്നിട്ടാണ് പോയത് കേട്ടോ. ആ മീൻ റെഡി ആയിട്ടുണ്ടേ. ചോറ്, നമ്മുടെ താരം കരിമീൻ രാവിലെ വേദയ്ക്ക് ഉണ്ടാക്കിയതാണേ. വേദയ്ക്കല്ല, എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയതാണ്. അത് രാവിലെ ആയതുകൊണ്ട് അത് നടന്നു.
കുറച്ച് മാങ്ങാച്ചാറൂടെ, കള്ളിക്കാടമ്മ സ്പെഷ്യൽ മാങ്ങാച്ചാർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പകുതി ഡേ അവസാനിക്കുകയാണ്. ചോറ്, മെഴുക്ക് പുരട്ടി, മാങ്ങാച്ചാർ, മീൻ വറുത്തത്, ഇത്രയേ ഉള്ളൂ. ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട. വൈകിട്ട് വേണമെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വല്ല നിർവാണയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കി കഴിക്കും. അപ്പോൾ നിർവാണയുടെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ.